അതൊന്നും ചാതൊക്കെ ചുമ്മാ പറയാം. ഇതങ്ങനെ ഡീലും ഗീലും ഒന്നുമില്ല. അവരൊരിക്കലും ഡീലാവൂല. കമ്മ്യൂണിസ്റ്റും ബി ജെ പി ഒരിക്കലും ഡീലാവൂല. ഇതുവരെ നിൽക്കുന്ന ജയിക്കാൻ വേണ്ടി ഡീലൊന്നുമില്ല. ഒന്നുമില്ല, ഒരു ഡീലും ഇല്ല. അങ്ങനെ ഉണ്ടോ? ഇല്ല ഇല്ല, ഡീൽ തോന്നുന്നില്ല. ഇല്ല. പ്രവർത്തനങ്ങൾ അതിനെങ്ങനെ പറയുന്നു? കള്ളൻ, പേരും കള്ളൻ. അതുകൊണ്ടാവാം, പരാജയ ഭീതി കൊണ്ടാവാം. പറയാകൂല. ഇല്ല, ഡീലില്ല. ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. ഡീലില്ല. അങ്ങനെ ഒരു ഡീലുണ്ടെന്നുണ്ടെങ്കിൽ കാലാകാലം ഓനെ നല്ല ഭരണം കാഴ്ചവെക്കുന്നവർ ജയിക്കും. അതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. വോട്ട് ചോർച്ചയാണല്ലോ സംഭവിക്കുന്നത്. കോൺഗ്രസിന്റെ വോട്ട് ചോർന്ന് വേറെ എവിടെ പോവുകയാണ്. എവിടെ പോകണമെന്ന് മനസ്സിലാവും. രാജീവ് ചന്ദ്രശേഖർ ജയിക്കാനാണ് കമ്മ്യൂണിസ്റ്റ് എന്തായാലും ജയിക്കുക. അത് 29-ാം തീയതി അയാളെ പ്രധാനമന്ത്രി അവിടെ വരുന്നിടത്തിരിക്കും. അയാളെ സംവാദത്തിൽ നമുക്ക് ഭാരമില്ലേലും കൊച്ചു മക്കൾക്ക് മാർക്കിട്ട് കൊടുത്തു, അത്രേ അറിയാവും. നേമത്ത് തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കാനാണ് സാധ്യത? ആരാണ് ജയിക്കുക സാധ്യത? രാജീവ് ചന്ദ്രശേഖർ ജയിക്കാനാണ് നമുക്കിപ്പോൾ വേറെ ഇപ്പം കുറച്ച് ആരോപണങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് ഒക്കെ പറയും, കോൺഗ്രസ് പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റും ബി ജെ പിയും തമ്മിൽ ആ ഒരു ഡീലുണ്ടെന്ന്. അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു ഡീലും ഉണ്ടാവില്ല. അവര് ജയിക്കാനല്ലേ നോക്കുള്ളൂ. ഇപ്പൊ ഡീലൊന്നുമില്ല. ബി ജെ പി ജയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റും ബി ജെ പിയും തമ്മിൽ ഡീലാണെന്ന്. അങ്ങനെ എന്തെങ്കിലും തോന്നുന്നു? അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ലല്ലോ. അവരുമ്മിലാണല്ലോ പ്രശ്നമാണ് എപ്പോഴും. അവരൊരിക്കലും ഡീലാവൂല. കമ്മ്യൂണിസ്റ്റും ബി ജെ പി ഒരിക്കലും ഡീലാവൂല. ഇപ്പം കോൺഗ്രസ് ആരോപിക്കുന്ന ഇതാണ്. അത് അവരുടെ നിലനിൽപ്പിന് വേണ്ടി. അപ്പോൾ ഇവിടെ ആരൊക്കെ തമ്മിലാണ് നേമത്തെ ഫൈറ്റ്? ഇത് ഇപ്പോഴത്തെ പറയാൻ പറ്റില്ല. എങ്കിലും ഈ കോൺഗ്രസ് വരുമെന്ന് നോക്കണ്ട. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുമെന്ന് പറയാൻ ഒക്കാത്ത കണ്ടീഷനാണ്. എന്നാലും ഇവിടെ ഇപ്പൊ പറയുന്നുണ്ട്, കോൺഗ്രസ് പറയുന്നത് ഇവിടെ ബി ജെ പിയും കമ്മ്യൂണിസ്റ്റും തമ്മിൽ ഒരു ഡീല് നടപ്പുണ്ടെന്നാണ്. അതൊന്നും ചാതൊക്കെ ചുമ്മാ പറയാം. ഇതങ്ങനെ ഡീലും ഗീലും ഒന്നുമില്ല. ഇപ്പോൾ ഇവിടെ കോൺഗ്രസ് ആരോപിക്കുന്നത് കമ്മ്യൂണിസ്റ്റും ബി ജെ പി തമ്മിൽ ഡീലുണ്ടെന്നാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാത്തത് സാധാരണക്കാരനായ ചേട്ടന് അങ്ങനെ തോന്നുന്നുണ്ടോ? ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല. അങ്ങനെ തോന്നുന്നില്ല. അപ്പം 3 പേര് നിൽക്കുന്ന ജയിക്കാൻ വേണ്ടി ഡീലൊന്നുമില്ല. ഒന്നുമില്ല, ഒരു ഡീലും ഇല്ല. കമ്മ്യൂണിസ്റ്റ് എന്തായാലും ജയിക്കുക. അപ്പോൾ കോൺഗ്രസ്സുകാർ പറയുന്നത് പോലെ ബി ജെ പിയും കമ്മ്യൂണിസ്റ്റും തമ്മിലൊരു ഡീലുണ്ടെന്ന് പറയുന്നത് അത് ശരിയാണ്? എനിക്ക് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടെ കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ടെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം മൊത്തം കൊലവിളി എല്ലാമായിട്ട് ഒരു അങ്ങനത്തെ അതിൻ്റെതായ വാദമൊന്നും പോയിട്ടില്ല. നേമത്ത് ആരംഭിച്ചു. നേമത്ത് ആര് ചെയ്യും? അത് പറയാൻ പറ്റത്തില്ല. നല്ല മത്സരമാണ്. അത് പറയാൻ പറ്റത്തില്ല. ആർക്ക് ഒരു വോട്ട് കൂടെ കിട്ടുന്ന അവർ ജയിച്ചു. അത് സാധാരണ എല്ലാവരും പറയുന്നത് അതേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പോൾ അങ്ങനെ പറയണ്ട. നമ്മളിപ്പോൾ ഈ എല്ലാവരും പറയുന്നത്, കോൺഗ്രസ്സുകാർ പറയുന്നത് ഇപ്പം ബി ജെ പിയും കമ്മ്യൂണിസ്റ്റും തമ്മിൽ ഇവിടെ ഒരു ഡീൽ, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്ന്. അങ്ങനെ തോന്നുന്നുണ്ടോ? അത് പറ്റത്തില്ല, അങ്ങനെ പോകത്തില്ല. അങ്ങനെ ഉണ്ടോ? ഇല്ല, ഡീൽ തോന്നുന്നില്ല. ഇല്ല. അപ്പോൾ സാധാരണക്കാരുടെ അഭിപ്രായം എന്ന രീതിയിൽ ചോദിക്കുകയാണ്. അപ്പം രാഷ്ട്രീയം പറഞ്ഞില്ലെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഡീലുണ്ടെന്ന് തോന്നുന്നില്ല. ഇല്ല, തോന്നത്തില്ല. ജയിക്കുന്നുണ്ടെങ്കിലും പറയാൻ പറ്റുമോ? മോനെ നല്ല ഭരണം കാഴ്ചവെക്കുന്നവർ ജയിക്കും. അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആര് നല്ല രീതിയിൽ കൂടി നാടിനെ നന്നാക്കുമോ, ഭരണം കയ്യിലെടുത്താൽ അവർ നാടിനെയും മനുഷ്യരെയും നോക്കി പ്രവർത്തിക്കുമോ അവരെ ജയിക്കും. അങ്ങനെ ആരെ പറയാൻ പറ്റും? ആരെയും നമുക്ക് ഉദ്ദേശിച്ച് പറയാൻ പറ്റൂല. രാജീവ് ചന്ദ്രശേഖർ അല്ലേ? അപ്പൊ ഈ കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട് ഇവിടെ CPM ഉം BJP തമ്മിലൊരു ഡീലുണ്ടെന്ന്. അങ്ങനെ ഉണ്ടോ? അത് അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് വിശ്വാസം താമര. എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ജയിക്കുന്നു? അത് അങ്ങനെയാണ്. അപ്പൊ ഈ കഴിഞ്ഞ 10 വർഷത്തെ പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ അതിനെങ്ങനെ പറയുന്നു? അത് കള്ളൻ, പേരും കള്ളൻ. പ്രവർത്തനം മോശമല്ല. മോശം. അപ്പൊ ശിവൻകുട്ടി കഴിഞ്ഞ 5 വർഷത്തെ MLA അത് പാവപ്പെട്ട പിള്ളേർക്ക് മാർക്ക് എങ്ങനെ ഇട്ട് കൊടുത്തു. നമുക്ക് ഭാരമില്ലേലും കൊച്ചു മക്കൾക്ക് മാർക്ക് ഇട്ട് കൊടുത്തു, അത്രേ അറിയാവും. നമ്മളിവിടെ വന്നാൽ നമ്മളെ വയറ് പഴയും. കോൺഗ്രസ് ആരോപിക്കുകയാണ് കമ്മ്യൂണിസ്റ്റും BJP തമ്മിൽ ഡീലുണ്ടെന്ന്. അതാണോ? അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരിക്കലും വരില്ല. ഡീലെന്ന് അവർ പറയാനുള്ള കാരണം എന്തായിരിക്കും? അവര് ഡീല് പറയുന്നത് പരാജയം ഭീതി കൊണ്ടാണോ? അതുകൊണ്ടാവാം, പരാജയ ഭീതി കൊണ്ടാവാം. പറയാകൂല. ആര് ചെയ്യും പറയാൻ പറ്റൂല.
ഇപ്പൊ മൂന്നുപേരും നല്ല ശക്തന്മാരാണ് നിൽക്കുന്നത്. ത്രികോണ മത്സരമാണ്, പറയാൻ പറ്റില്ല. കോൺഗ്രസ് പറയുന്നുണ്ട് CPM ഉം BJP തമ്മിൽ ഡീലുണ്ടെന്ന്, അങ്ങനെ ഉണ്ടോ? അറിയില്ല, അതിനെ കുറിച്ച് അറിയില്ല. അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല, അറിയില്ല. നിങ്ങൾ സാധാരണ നമുക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഡീൽ? അങ്ങനെയല്ല, 3 പേരും കട്ടയ്ക്കാണ്. അപ്പൊ നമുക്ക് അതിനെ പറ്റി തീർത്ത് പറയാൻ പറ്റത്തില്ല. അല്ല, ഡീലുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, ഡീലില്ല. ഇല്ല, തീർച്ചയായിട്ടും ഇല്ല, ഡീലില്ല. കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റും BJP തമ്മിൽ ഒരു ഡീലുണ്ടെന്ന്, അങ്ങനെ തോന്നുന്നു. ഒന്നുമില്ല. കമ്മ്യൂണിസ്റ്റും BJP ഡീൽ ഉണ്ടെന്ന് പറയുന്നത് അത്ര നമ്പിക്കാൻ എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു സാധ്യത ഇല്ല. കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് നേമത്ത് BJP കമ്മ്യൂണിസ്റ്റും തമ്മിൽ ഡീലുണ്ടെന്ന് ആരോപിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാധ്യത. അത് രാഷ്ട്രീയപരമായിട്ട് അവർ പടയുന്നതിൽ കവിഞ്ഞ് അതിനപ്പുറമുള്ള വിവരമൊന്നും അത് വെറും രാഷ്ട്രീയ ആരോപണം മാത്രമാണ്. അത്രേ ഉള്ളൂ കാര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നു, ഞാനൊരു പാർട്ടിയാണ് മനസ്സിന്, പക്ഷേ അതിനെപ്പറ്റി വിശദമായിട്ട് പറയാൻ ഞാൻ തൽക്കാലം ആഗ്രഹിക്കുന്നു. ആരാണോ കൂടുതൽ കള്ളം പറയാൻ ആഗ്രഹിക്കുന്നു അവർ ചിലപ്പോൾ ജയിച്ചു. കാരണം യാഥാർത്ഥ്യമായിട്ട് മനസ്സിലാക്കൊന്നുമില്ല, ചുമ്മാ പടം അങ്ങ് പറയുക. രാജീവ് ചന്ദ്രശേഖരനെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. അത് 29-ാം തീയതി അയാളെ പ്രധാനമന്ത്രി അവിടെ വരുന്നിടത്തേക്കും അയാളെ സംവാദത്തിലേക്ക്. അപ്പോൾ അയാൾ പറഞ്ഞു 29 മാറ്റി ഒരു ഡേറ്റ് പറഞ്ഞോ, ഞാൻ വന്നേക്കാം. അതിപ്പോൾ ശരിയല്ലേ? അതെല്ലാം നേമത്ത് 3 പേരും വളരെ തുല്യ ശക്തികളായിട്ടാണ് ഇപ്പം നിന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, കൂടുതൽ കള്ളം പറയാൻ ആർക്കാണോ സാമർത്ഥ്യം കൂടുതൽ അവർ ചിലപ്പോൾ കയറി വന്നു. ഇപ്പോൾ ഇവിടെ കോൺഗ്രസ് പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റും BJP തമ്മിൽ നേമത്ത് ഒരു അലയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഡീൽ എന്നാണ് പറയുന്നത്. അതുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? രാഷ്ട്രീയം പറയുന്നു, അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല. ഡീലുണ്ടോ? ഇല്ല. അപ്പം മത്സരം ശക്തമായ മത്സരമാണ്. അതെ. അപ്പോൾ ശക്തമായ മത്സരമാണ്, അപ്പോൾ ഡീലില്ല. ഇല്ല. ഇപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് BJP കമ്മ്യൂണിസ്റ്റ് ഒരു ഡീൽ ആരോപിക്കുന്നുണ്ട്, അങ്ങനെയുണ്ടോ? അങ്ങനെയില്ല, ഇല്ലെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്താ ഡീൽ അങ്ങനെ ഇല്ലെന്ന് പറയേണ്ട എന്താണ്? ഡീല് ഈ കഴിഞ്ഞ പ്രാവശ്യം ജയിക്കൂലായിരുന്നു ലക്ഷം കോടി, അങ്ങനെ ഒരു ഡീലുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ ഡീലില്ല. നേമത്ത് വിജയസാധ്യത നേമത്തെ വിജയസാധ്യത രാജീവ് ചന്ദ്രശേഖർ. എന്താ രാജീവ് ചന്ദ്ര ജയിക്കുന്നത്? കാരണം വന്നിട്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വളരെ വിപുലമായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയല്ല. പിന്നെ വികസനം പറഞ്ഞ ശിവൻകുട്ടി സാറിൻ്റെയും കാര്യമൊന്നും പറയാനില്ല, അദ്ദേഹത്തിൻ്റെയും വികസനത്തിൻ്റെ കാര്യം പിന്നിലാണ്. പിന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പ് അനുസരിച്ച് ഒരു 7000 വോട്ടിന് മുകളിലാണ് BJPയുടെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത്. ഏതാണ്ടുള്ള എല്ലാ വാർഡുകളിലും BJP വിജയസാധ്യത ഉണ്ടായിരുന്നു കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർജി വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണും. കോൺഗ്രസ് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ആരോപണമായിട്ട് മുന്നോട്ട് വരികയാണ് CPM ഉം BJP തമ്മിൽ നേമത്ത് അലയൻസ് ഉണ്ടെന്ന്, അല്ലെങ്കിൽ ഡീലുണ്ടെന്ന്, അങ്ങനെയുണ്ടോ? അത് അവർ പറയുന്നത് മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണ BJP ജയിക്കണമല്ലോ. എന്നാൽ BJP അനുകൂലമായിട്ട് പറയുന്ന ഒന്നും രീതിയിലല്ല. മറ്റുള്ള സ്ഥലങ്ങളുടെ കാര്യങ്ങൾ ഞാൻ പറയുകയാണെങ്കിലും എല്ലാ സ്ഥലത്തും BJP ജയിപ്പിക്കുന്നത് ഞാൻ പറയുന്നില്ല. നേമത്ത് ഏറ്റവും കൂടുതലും വിജയസാധ്യത രാജീവ് ചന്ദ്രശേഖർജിക്ക് ഉണ്ട്. അപ്പം ഡീലില്ല. അങ്ങനെ ഒരു ഡീലുണ്ടെന്നുണ്ടെങ്കിൽ കാലാകാലം മറ്റുള്ള സ്ഥലങ്ങളിലും BJP ജയിച്ച് കയറണം. എന്ത് ഡീലിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഇതില്ല. പിന്നെ ഡീല് നടക്കുന്നത് കോൺഗ്രസും LDF ഉള്ളൊരു ഡീലിംഗ് ഉണ്ടെന്നാണ് പുറത്തുള്ളൊരു നടപടിക്രമം പറയുന്നത്. കാര്യം എന്നൊരു കാലക്രമേണ സാധാരണ വീഴുന്ന വോട്ട് പോലും കോൺഗ്രസിൻ്റെ വോട്ടുകൾ കാണാറില്ല ചില സാഹചര്യങ്ങളിൽ. നിയമമണ്ഡലത്തിൽ മാത്രമല്ല, പൊതുവെ കേരളത്തിൽ ഉടനീളം 140 നിയമസഭാ മണ്ഡലങ്ങളിൽ എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് വീഴുന്ന വോട്ടുകൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണാനില്ല. ആ വോട്ടുകൾ എവിടെയാണ് പോകണമെന്നറിയില്ല. അപ്പം BJPക്ക് എവിടെയാണ് BJP ജയിക്കണോ? അപ്പോൾ CPM ഉം BJP തമ്മിൽ ഡീലില്ല, പക്ഷേ കോൺഗ്രസും CPM തമ്മിൽ ഡീലാണ് എന്ന് ഞാൻ പറയുന്നില്ല. വോട്ട് ചോർച്ചയാണല്ലോ സംഭവിക്കുന്നത്. കോൺഗ്രസിന്റെ വോട്ട് ചോർന്ന് വേറെ എവിടെ പോവുകയാണ്. എവിടെ പോകണമെന്ന് മനസ്സിലാവുന്നില്ല. അത് എവിടെയാണ് പോകുന്നത്? വിജയിക്കുന്ന പാർട്ടിക്കാണ് പോകുന്നത്.